ഗൂയ്സ്, സം പീപ്പിൾ റിയലി ഡിസേർവ് അബ്യൂസ്. അപ്പൊ സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള വൃത്തികെട്ട ഭക്ഷണങ്ങളാണ്. മൂത്ര വിസർജനം ചെയ്തു വന്ന കൈകൊണ്ട് നേരെ വന്ന് ഷൂ വലിച്ചു കയറ്റി ആ കൈ കൊണ്ട് കഴുകാതിനകത്തിട്ട് കലക്കി ആഹാരം ഉണ്ടാക്കി കൊടുക്കണ ഒരുത്തന്നെ നിങ്ങൾക്ക് ലോകത്ത് എവിടെയും കാണാൻ പറ്റൂല. എന്റെ പൊന്നുമക്കളെ, കിങ് കോബ്ര കടിച്ചാൽ പോലും ഇത്രയും വിഷം ഇറങ്ങൂല. ഇങ്ങനെ ഒരു ഗോൾ കപ്പ് വായിച്ചിറങ്ങി കഴിഞ്ഞാൽ 10 സെക്കൻഡിൽ മയ്യത്താവും. ഐ ആം റിയലി സോറി ടു സേ ബട്ട് ദിസ് ലുക്സ് ലൈക്ക് പിഗ് ഷീറ്റ് ബ്രോ. ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ കാലത്ത് അങ്ങനെ പ്രഖ്യാപിച്ച ഫുഡാണെന്ന് തോന്നുന്നു. അങ്ങനെ അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യണം. ദൈവം മനുഷ്യൻ ഉണ്ടാക്കി വെച്ച ഇതുപോലത്തെ പുഴുത്ത ഫുഡ് ഡയറിയും കോളറയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ടല്ല, ഓണക്കാലത്ത് കള്ള് കുടിച്ച് നല്ല രീതിക്ക് സർക്കാരിന് വരുമാനം കൂട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായ? എങ്ങനെ നിങ്ങൾ വിഷുന്ന് തളർന്നിരിക്കുന്ന സമയത്ത് ഇതിന് ഏതെങ്കിലും ഒരു ഫുഡ് വാങ്ങിച്ച് കഴിച്ചാൽ മൂക്കി കൂടെ കുഴലും കയറ്റി മൂത്രസഞ്ചിയിൽ ഹോള് വിട്ട് ഒരു പൈപ്പും കയറ്റി പാളയിൽ വല്ല കിടത്താൻ നിങ്ങളാ. നമ്മൾ പിന്നെ ഇതൊക്കെ വാങ്ങിച്ചിട്ട് ബാത്റൂമിൽ പോകുമ്പോൾ വെള്ളം യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നെങ്കിലും പറയാം. ഈ ഫോറിനേഴ്സ് ഒക്കെ ഇവിടെ വന്ന അവന്മാർ വെള്ളം പോലും യൂസ് ചെയ്ത പേപ്പർ വെച്ച് തുടക്കണമാരാണ്. എന്റെ പൊന്നെ, അവരൊക്കെ അവസ്ഥ. യേശു ചുമന്ന കുരിശിനെക്കാളും ഭാരം തോന്നി എന്റെ ചുമരിൽ ഇപ്പൊ ഈ വീഡിയോസ് ഒക്കെ എനിക്ക് കാണുമ്പോൾ എന്റെ അമ്മേ. അണ്ണ ഇന്നോവേറ്റീവ് ആയിട്ട് എന്തോ ഒരു പുതിയ വർക്കൗട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മൾ ആരെങ്കിലും ഇതെങ്ങനെ കണ്ടിട്ടുണ്ടോ? ഇതെന്ത് നെഞ്ചത്ത് കേക്ക് വെക്കണം? ഇതെന്തൊരു വർക്കൗട്ടാണ് ഇത്? ഞാൻ കണ്ടിട്ടില്ല ഈ സാധനം. കൊള്ളാലോ, ഒരുപാട് പേരുണ്ടല്ലോ. സംഭവം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ലെറ്റ് മീ എക്സ്പ്ലെയിൻ. അണ്ണൻ നെഞ്ചത്ത് കേക്ക് വെച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേക്ക് കട്ട് ചെയ്തതാണ്. ആ പഞ്ചായത്തിൽ 16 കിലോമീറ്റർ അകത്തുള്ള എല്ലാ ജിമ്മന്മാരെയും വീർപ്പ് തുള്ളി അതിനകത്തുണ്ട്. നിങ്ങളത് നക്കിയിട്ടെടുത്താടി ഓടിയല്ലേ. നിങ്ങളെ ഈ കാട്ടറബി കേട്ടിട്ടില്ലേ ഉള്ളൂ, കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ കാണിച്ചു തരാം. ഇതാണ് കാട്ടറബി. ഇത് കാണുമ്പോഴേ എന്റെ അമ്മ ഈ തള്ളക്ക് പ്രാന്താടാ എന്ന് തോന്നുന്നുണ്ടോ? പക്ഷെ അത് അങ്ങനെയല്ല കേട്ടോ സംഭവം. ഇത് സംഭവം എന്താണെന്ന് മനസ്സിലായ? അതായത് അവിടെ വെള്ളത്തിന് ഭയങ്കര ക്ഷാമമാണ്. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് വെള്ളം. പൈപ്പിന് തുറന്ന് വിടുന്നതിനേക്കാളും കൺട്രോൾ അവരെ വായി വെച്ച് അവർക്ക് വെള്ളം കൺട്രോൾ ചെയ്യാൻ പറ്റും. മനസ്സിലായ? അവരെ ബുദ്ധി മനസ്സിലായ? നമുക്ക് ഇവിടെ സുലഭമായി കിട്ടുന്ന സാധനം ആയതുകൊണ്ട് നമ്മൾ ടാപ്പൊക്കെ തുറന്നു വിട്ട് പല്ല് കഴിക്കുമ്പോൾ അങ്ങ് കുളിക്കുള്ള വെള്ളം വിടും. അതുകൊണ്ട് ഫ്ലഷ് അടിക്കണൊക്കെ സൂക്ഷിച്ചേട്ടാ. ചുമ്മാ ചവറുകണക്ക് ഫ്ലഷ് അടിച്ചിട്ട് നാളൊരു സമയത്ത് നമ്മൾ ഈ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ ഉപ്പല്ലായിപ്പോവും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കും. കൊച്ചിറക്ക മീഡിയം സൈസിൽ 2 മുതുക്ക് തേനീച്ചന് ഇട്ട ഒരു പാഴ്സലും കൂടെ എടുത്തു. ഭാഗ്യത്തിന് ഇത് ഇന്ത്യയല്ല, ബംഗ്ലാദേശാണ്. എടാ ചെണുക്ക, നീ അത് തുറന്നു വെച്ചാലേ അതുവഴിയുള്ള നടന്നോണ ബംഗാൾ കടുവ എല്ലാം വന്ന് നക്കിയിട്ട് പോകും അതിനകത്ത്. അതുകൊണ്ടൊന്ന് മൂടി വെക്കി. നീ ആ അച്ചാറ് കടക്കാരന്റെ ജീവിതത്തിലെ മെയിൻ റോൾ ചെയ്യണത് ഈച്ചകളാണ്. പിന്നെ ഇത് എന്റെ പൊന്നെ, പല തരത്തിലുള്ള അപരാധവും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതൊരു വല്ലാത്ത സംഭവമായി പോയിട്ടാ. പെണ്ണുമ്പിള്ളർ തലയ്ക്ക് ഒറ്റ ആടി അടിച്ചു കൊടുക്കണം. തല തിരിഞ്ഞിങ്ങ് വരണം കറങ്ങി. ഇത് അവളുമാർക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന സാധനമാണ്. എന്നിട്ട് അതിൽ തന്നെ തുപ്പിട്ട് അത് ഇട്ട് കിണ്ടി കലക്കിയിട്ട് വീണ്ടും അത് തന്നെ വാരി തിന്നണം. ഈ വീഡിയോ കണ്ട് വീടിന്റെ സൈഡിൽ ആക്രിക്ക് കൊടുക്കാൻ വെച്ചിരുന്ന പഴയ ബൈക്ക് തന്നെ തനിയെ സ്റ്റാർട്ടായി എണ്ണ ഇല്ലാതെ എന്റെ ഈ ചെറിയ ജീവിതത്തിൽ ഇനി എന്തെല്ലാം കൺട്രാവിയാണോ ഞാൻ കാണാൻ കിടക്കണം. കുഴപ്പമില്ല, അതെല്ലാം നിങ്ങളെ കൂടെ കാണിക്കാന്നുള്ള ഒരു ആശ്വാസമാണ് എന്റെ ഉള്ളിലുള്ളത്. ഇപ്പോ ആ പങ്കാത്തിനിട്ട് കലക്കണ മഞ്ഞ സാധനം ഈ മനുഷ്യന് കഴിക്കാനുള്ള വല്ലതാണോ? അതഞ്ഞല്ലോ കൂടെ പറ്റുമായിരുന്നെങ്കിൽ ചേച്ചി അണ്ണാക്കിനകത്ത് ഷോൾഡർ വരെ ഇടിച്ചിറക്കിന്. പക്ഷെ പറ്റാത്തതാണ് കേട്ടാ. ശിവനേ, ഇത് ഏവരില്ല. ഇവരിന് ഇത് വാങ്ങിച്ച് കഴിച്ചിട്ട് നേരെ സെപ്റ്റിടാങ്കിലോട്ട് കയറി ഇരുന്ന് സമാധിയാവണം. இந்த உலகத்திலே இந்த மாதிரி ஒரு காம்பினேஷன் வேற எங்கேயும் கிடைக்க மாட்டேன். മുന്നേശ്വരന്മാര് പച്ചപ്പാലും തംസപ്പും കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കി വെച്ചേക്കണം. ഇത് വാങ്ങിച്ച് കുടിക്കുന്നതിന്റെ വയറിനകത്ത് മലമ്പാമ്പിന്റെ പരുവത്തിൽ വേരകൾ പരിണമിക്കും. ഇനിയിപ്പോ എന്തിനു വേണം? ആദ്യ രാത്രി പച്ചപ്പാല് കൊണ്ട് കൊടുക്കുന്ന പരിപാടി അങ്ങോട്ട് മാറ്റിയിട്ട് തംസപ്പ് മിക്സ് ചെയ്ത പാല് കൊണ്ട് കൊടുത്താൽ കട്ടിൽ 4 പീസാവും. വെട്ടിത്തിളക്കണ ചൂടത്ത് ഓടിക്കതച്ചും ഇതൊരെണ്ണം വാങ്ങിച്ച് കുടിച്ച് 2 ചാട്ടം ചാടിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് തൃശങ്കു നരകത്തിലേക്ക് 1 വേ ടിക്കറ്റ് കൂടെ കിട്ടും. വല്ല പശുമാതാശ്രീ ഇത് കണ്ടു കഴിഞ്ഞാൽ മേലാ പിന്നെ പാല് കൂട്ടി ചാണകം പോലും തരില്ല. അയ്യോ, അങ്ങനെ എടുത്ത് പഞ്ചായത്തിലെ വേസ്റ്റ് ബോക്സ് എടുത്ത് ഇവിടെ കൊണ്ടുവച്ചിട്ട് അതിനകത്ത് ഡയറക്റ്റ് കൈയിട്ട് വാരി കൊടുക്കാത്ത കൈ മാത്രം ആക്കണം. എന്തിനാ നിങ്ങളുടെ പുഴുത്ത കുഴിനകം പിടിച്ച കാലം കൂടെ ഇറക്കി വെച്ച് കലക്ക്. കടക്കാരൻ പേട്ടന് ആഹാരം വിളമ്പി കൊടുക്കുന്നതിന് മുന്നേ ആഹാരത്തിനകത്ത് തന്നെ കൈ കഴുകുക എന്നുള്ളത് ഒരു കണിശമായ കാര്യമാണ്. ഇമാതിരി ഇമ്മ്യൂൺ സിസ്റ്റം ഉള്ള നമ്മളെ തോപ്പിച്ച് ഇനി ഒരു ലോക മഹായുദ്ധം വന്നാൽ പോലും പറ്റൂ. ബസ് കൂലിക്ക് പൈസ ഇല്ലാണ്ടായി പോയി. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ബസ് പിടിച്ച് അല്ല ചന്ദ്രനിലോട്ടാ പോയിട്ട് അവിടെ വല്ല ബാക്ടീരിയയും കിട്ടി കുടുംബം ഉണ്ടാക്കി താമസിച്ചേനെ. ശരി, ഞാൻ നിങ്ങൾക്ക് ഭാങ് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നില്ലേ? അതായത് ഇത് കഞ്ചാവിന് തന്നെ ഒരു തരത്തിലുള്ള ഒരു വകഭേദമാണ് ഈ ഭാങ് എന്ന് പറഞ്ഞ സാധനം. അത് വെച്ച് ഇവന്മാര് ഐസ്ക്രീം ഉണ്ടാക്കിയടേ. ചേടാ, എന്തെല്ലാം പരിഷ്കാരങ്ങളാണ് ഈ പരിഷ്കാരികൾ ഉണ്ടാക്കി എടുക്കണത്. നിങ്ങൾ എന്ത് കരുതി? ചുമ്മാ വെറുതെ അങ്ങോട്ട് ഐസ്ക്രീം ഉണ്ടാക്കിയാണ് നാം ഒരു ഭാങ് ഇട്ടിട്ട്. അങ്ങനെയൊന്നുമല്ല. അണ്ടിപ്പരിപ്പ്, മുന്തിരി, കശുവണ്ടി എന്തൊക്കെ സാധനങ്ങൾ കിട്ടും അതൊക്കെ ഇട്ട് പിന്നെ അതിന്റെ മുകളിൽ കാരമല്, തേങ്ങാപ്പൊടി, ചോക്ലേറ്റ് സിറപ്പ് ഇതെല്ലാം വീത്തിട്ടാണ് നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കണം. പോരാത്തിന് പാലൊഴിച്ച് ഇത് വാങ്ങിച്ച് കഴിച്ച ഡയറക്റ്റ് ശിവദർശനമില്ലേക. ഇതിന്നൊരു ഐസ്ക്രീം വാങ്ങി തിന്നിട്ട് ഒരു 10 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും മഴവിൽ നിറത്തിൽ നമുക്ക് പരിസരം കാണാൻ പറ്റും. ആ ഐസ്ക്രീം ഇട്ടേക്കണ ചേട്ടന്റെ തീത്ത കൈ ലെഫ്റ്റ് ഹാൻഡ് നിങ്ങൾ നോക്കിയാണ് കയ്യിൽ മൈലേജ് ഇട്ടേക്കണം. അങ്ങനെ കല്യാണമാണെന്ന് തോന്നുന്നു. എടാ, എന്റെ ഒരു സംശയമാണ്. സത്യം പറഞ്ഞാൽ ഭഗവാൻ പ്രസാദം പോലെയാണ് ഈ ഭാങ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ഒരു തെറ്റിദ്ധാരണയാണെങ്കിൽ നിങ്ങൾ ആരും മാറ്റി തരണേ. അത് ഇങ്ങനെയൊക്കെ കോപ്രായം കാണിക്കുന്നത് ശരിയാണോ? ഇവരുള്ള വലിയ ബ്രാൻഡുകൾക്കൊക്കെ ഇത് വെച്ച് ഐസ്ക്രീം ഇറക്കിയോട്. അല്ലേ, അത് വേണ്ട. ശരിയാവില്ല. സർക്കാരിന്റെ ആപ്പീസ് പോട്ട് പിന്നെ കള്ള് ബിവറേജിൽ കെട്ടിക്കിടക്കുക. അവസാനം ഇത് വാങ്ങിച്ചിരുന്ന ആൾക്കാരെല്ലാം പിടുത്തോട്ട്
ഇന്നാ പിടിച്ചോ, ഇന്ന് ഞാൻ നിങ്ങളെ തലച്ചോറ് ചട്നിയാക്കും. സഹോദരന് അങ്ങനെ ഇരുന്നപ്പോൾ കിഡ്നി വഴി ആമാശത്തിലേക്ക് ഒരു ബുദ്ധി തോന്നിയപ്പോൾ ബിയർ വെച്ചൊരു സ്ക്രാമ്പിൾഡ് എഗ് ഉണ്ടാക്കളാന്ന് കരുതി. അല്ല ഇപ്പൊ ഇതായിട്ട് എന്തിനു കുറയ്ക്കണ, എന്തെല്ലാം കാണുന്നു പുല്ല് ഇരിക്കട്ടെ. നരകമേ തുമ്മിയ സെപ്പറേറ്റ് റൂം ഓൾറെഡി ഹോത്താഹേ ബയ്യ. എടാ പന്നിമായ നിനക്ക് എന്താ തിന്ന് ആ പന്നി ഇവനെ കൂടെ അങ്ങ് പിടിച്ച് തിന്നിരുന്നെങ്കിൽ എന്നാ കാണണ്ടിരുന്നു ഇതൊക്കെ പുല്ല്. എന്തിനും തിടുക്കാവന് പന്നീരെ വായിക്കാത്തൊരു തോണ്ടി എടുത്ത് തിന്നാണ്. ഇത് അമലാക്കല്ലേ അക്കെന്ത് ഇവിടെ അക്ക ഇവിടെ നാറ്റം വെച്ച് ഫുഡ് മാത്രം കിട്ടും, വേറെ ഒന്നുമില്ല. ഓഹോ അപ്പടിയാ എനിക്ക് തഥാസ്തു. അക്കരെ പാട്ട് കേട്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കണ കക്കൂസ് വെക്കണ രീതി തലയിരിഞ്ഞു പോയെന്ന് അക്ക കണ്ടായിരുന്ന. പോരാത്തരാണെങ്കിൽ നേരത്തെ അവിടെ നൂഡിൽസ് കൊണ്ടിരുന്ന പന്നിയില്ലേ, അതിന്റെ പ്രാന്തള വീട്ട് അത് അയാളെ പിടിച്ച് തിന്ന്. എടാ പണ്ഡിറ്റ് പെരുന്തച്ചൻ പോലും ഇത്ര ശാസ്ത്രീയമായി ഒരു കുത്തപ്പിനാറും പണിഞ്ഞു കാണൂലേ. എന്തൊരു സ്കില്ലടാ നിനക്ക്, സ്കില്ല് കില്ലിങ് പീപ്പിൾ. കപ്പലിന്റെ അത്ര പോലും വിവരമില്ലാത്തൊരു മരഭൂതം. ഈ വീഡിയോ എന്തായാലും നിങ്ങൾ കാണാം. ഒരു പ്രോട്ടീൻ ഷേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ആദ്യം തന്നെ ഇങ്ങനെ തൊട്ടടുത്തിരിക്കുന്ന കക്കൂസിന് ഞാൻ ആദരാഞ്ജലികൾ നേരട്ടെ. ഇയാളെ വീട്ടിലെ പഴയ റേഡിയോ കൺവേർട്ട് ചെയ്ത് ഇങ്ങനെ ബ്ലെൻഡർ ആക്കിയത് വെരി ഇംപ്രസീവ്. പിന്നെ ചേരുവകൾ എന്ന് പറഞ്ഞാൽ പച്ചമുട്ട തോടോടുകൂടി ഇട്ടത്, പച്ച മീൻ തൊലിയോടുകൂടി ഇട്ടത്, കുറച്ച് ഫ്യൂരിഡാൻ ഫാക്ടം ബ്രൂസ്, കൊട്ടൻ ചുക്കാതി, വളം കടിക്കുള്ള മരുന്ന്. പിന്നെ ജിമ്മന്മാരുടെ സ്പെഷ്യൽ കുറച്ച് ഐറ്റംസ് ഉണ്ട്. അത് ഈ പൊടി കാണുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും. ജിമ്മന്മാർക്ക് അവർ എനിക്കൊന്ന് എലാബറേറ്റ് ചെയ്ത് കമന്റ് വഴി അറിയിച്ചിരണേ. ശേഷം ഇതെല്ലാം കൂടെ അറഞ്ചം പുറഞ്ഞം ബ്ലെൻഡ് ചെയ്തതിനു ശേഷം ഒറ്റ കമുത്തൊക്കെ ഇതങ്ങ് കപ്പണം മൊത്തത്തിൽ. അടുത്ത ഓരോ 30 സെക്കൻഡും നമ്മൾ കക്കൂസിൽ ഇരിക്കുകയും എണീക്കുകയും ചെയ്യുകയായിരിക്കും. കുടലിനൊക്കെ നല്ല എക്സസൈസ് ആയിരിക്കും. ആ ബ്ലെൻഡർ പുകഞ്ഞടേ, സത്യം പറഞ്ഞ പുകയൊക്കെ വന്ന് അടുക്കള മൊത്തത്തിൽ കത്താത്തത് ഭാഗ്യം. ഇതും കുടിച്ച് ബാത്റൂമിൽ പോയിരുന്ന മുത്തയ്യ മുരളീധരൻ ബൗൾ ചെയ്യണക്ക് ബാക്കിൽ നിന്ന് പോകും. ഐ സജസ്റ്റ് യു ടു സ്റ്റോപ്പ് ഗോയിങ് ടു ജിം, സ്റ്റാർട്ട് ഗോയിങ് ടു സീ എ ഡോക്ടർ. ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ തലച്ചോറ് വെച്ചല്ല നിങ്ങൾ വയറ് വെച്ചാണ് ചിന്തിക്കണം. അതെന്ത് പെട്ടെന്നൊരു കുണ്ഠിത ഭാവം മുഖത്ത്. കിഡ്നി സ്റ്റോണൊക്കെ മൂലയ്ക്ക് കസേരിട്ട് നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഉടനെ തന്നെ വരും കേട്ടോ. സഹോദരി എന്തിനാണ് ഒരു പച്ചമീനെ തൊലി കളയാതെ അതിനകത്തിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുത്തത്? എന്താണ് സാധനം ഒന്ന് മനസ്സിലാവാത്തവർക്ക് ഞാൻ പറഞ്ഞു തരാം. ഇത് നമ്മൾ ഹോട്ടലിലും റെസ്റ്റോറൻറ്റിലും കയറി ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ചെറിയ പെട്ടിയിൽ ഇങ്ങനെ കുഞ്ഞു ഐറ്റംസ് ഇട്ട് വെച്ചേക്കണ കാണാറില്ലേ? വാരി തിന്ന് പോക്കറ്റിലൊക്കെ ഇട്ട് വീട്ടിൽ കൊണ്ടുപോകുന്ന ഐറ്റം. ഏത്? ഇലൈച്ചി, ഏലക്ക സ്വീറ്റ്. അതാണ് ഈ കാണുന്ന സാധനമേ. ചുരുക്കി പറഞ്ഞാൽ ഈ ഇരുണ്ട ഭൂമിയിൽ ഒരു പുണ്ണാക്കം തിന്നാൻ പറ്റൂല. കിച്ചന്റെ ഉള്ളിനെ കൺട്രാവിയും കാവട്ടവും കഴുതപ്പുള്ളിയും ഉണ്ടാക്കി തരുന്നത് വാങ്ങിച്ച് തിന്നിട്ട് പുറത്തിറങ്ങി ബില്ല് അടച്ച് ഇച്ചിരി വാങ്ങാറ്റം മാറാനും ഇച്ചിരി വാങ്ങി ഒരു സുഖം കിട്ടാനും വേണ്ടി ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ചവച്ച് തിന്നുമ്പോൾ അതിലും ഈ പരിപാടിയാണ് കാണിക്കണം. കഴിഞ്ഞ ജന്മത്തിലൊക്കെ കൊടൂര പാപങ്ങളൊക്കെ ചെയ്ത ആൾക്കാരാണ് ഈ ജന്മത്തിൽ ഇന്ത്യയിൽ ഭക്ഷണം കഴിക്കാനായി വിധിക്കപ്പെട്ടവർ. വിഷജീവികളും വിഷമരങ്ങളും വരെ ആർക്കും ഉപദ്രവം ഉണ്ടാക്കാത്ത രീതിയിലാണ് ജീവിക്കാൻ വളരെയും ചെയ്യണത്. ഇവിടെ മനുഷ്യനാണെങ്കിൽ വിഷം പബ്ലിക്കായിട്ട് വിറ്റ് പൈസ ഉണ്ടാക്കി അന്യം നിന്ന് പോകാത്ത കലയായിട്ട് ഇതിനെ കൊണ്ട് നടക്കുക. പാറ്റാഗുളി ഉണ്ടാക്കണ ലാഘവത്തോടെ അങ്ങേര് ഈ സാധനം ഉണ്ടാക്കി വെക്കണം അല്ലേ? എന്തിടെ ഈ രാജ്യത്ത് മാത്രം ഫുഡ് ഉണ്ടാക്കണ പല കെട്ടിടങ്ങളും ഇതുപോലെ പഴയ എഴുത്തിൽ കണക്കും തൊഴുത്തുപോലെയൊക്കെ ഇരിക്കുന്ന. വിശ്വസ്തരില്ലെങ്കിലും ഞാൻ ഒരു സത്യം പറട്ടാ, ഈ രാജ്യത്ത് ഒരു ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ എന്റെ എല്ലാ നല്ലവരായ സുഹൃത്തുക്കൾക്കും ഹാപ്പി ഓണം. ഇദ്ദേഹമാണ് ദ എക്സിക്യൂട്ടീവ് വടാപാവ് ബാല. റോക്കി ബോയ്, നിങ്ങൾ ഗരുഡന്റെ പേരിൽ മറ്റാരെയാണ് കൊന്നിരിക്കുന്നത്? ഗരുഡൻ ഇതാ പച്ചയ്ക്ക് പബ്ലിക്കായി ഇറങ്ങി നിന്ന് വടാപ്പാവ് കച്ചവടം ചെയ്യുന്നു. ചിലപ്പോ ഏതെങ്കിലും പൂട്ടിയ ബാങ്കിന്റെ മാനേജർ ആണെങ്കിലോ നിൽക്കണം. കഴുത്തിലെ പതക്കം നോക്കിയാണ്. ആദ്യം മേഘയാണ് ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ സജ്ജോണ്ടിരുന്നത്. ഇപ്പൊ ഐസ്ക്രീം ആണ്. ഇത് കണ്ട ചായയും ബിസ്ക്കറ്റും, ടൈഗർ ബിസ്ക്കറ്റ് പ്ലസ് ചായ. അണ്ണാ എന്റെ ഫോണിന്റെ ചാർജർ വെച്ച് നിങ്ങൾ ഒരു ഐസ്ക്രീം ഉണ്ടാക്കി തരൂ. ചൂട് ചായയും പാർലേജി ബിസ്ക്കറ്റും വെച്ച് ഐസ്ക്രീം ഇറങ്ങി പോടാ. പിന്നെ ഇനി കാണാൻ പോണ വീഡിയോ ഇത് സംഭവം എന്തോ നടയത്. ഡേയ് നീ 7 നൂറ്റാണ്ട് ജീവിക്കണ ഒല്ലൂക്ക പട്ടയാണടാ നീ. കാല് മാത്രമൊക്കെ എന്താ കാലിന്റെ അത് പിന്നെ ശരിയാവൂല, ഞാൻ പറയണല്ലോ, അല്ലെങ്കിൽ കൂടിപ്പോകും. ഓണമല്ല, ഇത്രയും ഓണത്തല്ല് കാണാം. ഇത് പാകിസ്ഥാനി ഓണത്തല്ലാണേ. പണ്ട് നമ്മൾ റെസ്ലിംഗിൽ കാളി അണ്ടർടേക്കറെ നെഞ്ചത്ത് അടിക്കുന്ന അതേ ഒരു സ്കീം അല്ലേ ഇതും. ശരിക്കും നമുക്ക് തോന്നുമ്പോൾ പുഷ്പം പോലെ അടിക്കണമെന്ന് തോന്നുന്നത് ഒടുക്കത്തെ പവർ ആയിരിക്കും കേട്ടോ. ഓങ്ങി അടിച്ച 1.5 ടൺ വെയിറ്റ് ആയിരിക്കും ഒരു അടി. ഇതിന്റെ വിജയം ഇവരെങ്ങനെയായിരിക്കും പ്രഖ്യാപിക്കണം?